ഞാനൊന്നും വിളിക്കുന്നില്ല. അല്ലെങ്കിൽ തന്നെ ഈ രാത്രിയിൽ മരണപ്പെടാൻ പോകുന്ന നിങ്ങളോട് സത്യം പറയാതിരിക്കുന്നത് എന്തിനാ? എനിക്ക് മാത്രമേ പകൽ ഈ വീട്ടിൽ കയറാൻ പറ്റാത്തതായുള്ളൂ. എന്റെ കൂട്ടുകാരൻ പകലും രാത്രിയും ഈ വീട്ടിൽ തന്നെയുണ്ട്. നിങ്ങളുടെ ഓരോ ചലനങ്ങളും നിരീക്ഷിച്ചുകൊണ്ട്. ആരാണ് കൂട്ടുകാരൻ? പുറകിൽ തലയ്ക്ക് മുകളിൽ നിൽക്കുകയല്ലേ, നോക്ക്. രമേശിന്റെ ആത്മാവ് എങ്ങനെന്താ ശങ്കറിന്റെ കൂടെ? നീ എന്ന് തറവാട്ടിൽ വന്നതും ഒളിച്ചു നിന്ന് എന്നെയും രവിയെയും കണ്ടതുമെല്ലാം ഇവൻ പറഞ്ഞ് ഞാൻ അറിഞ്ഞിരുന്നു. എന്നെങ്കിലും നിങ്ങളത് കണ്ടുപിടിക്കുമെന്ന് രവി ആദ്യം മുതലേ പറയുമായിരുന്നു. അതാണ് നിങ്ങളെ നിരീക്ഷിക്കാനായി ഞാനിവിടെ രാവും പകലും കാവൽ നിന്നത്. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാ നീക്കങ്ങളും ഞങ്ങൾക്കറിയാൻ പറ്റി. രമേശിന് എങ്ങനെ ഞങ്ങളുടെ കൂടെ കൂടി എന്നൊരു സംശയം നിങ്ങൾക്ക് കാണും അല്ലേ? എല്ലാ സംശയങ്ങളും തീർക്കരുത് ശങ്കര, ചിലത് അങ്ങനെ തന്നെ കിടക്കട്ടെ. ഇനി നിങ്ങൾക്കൊന്നും ആലോചിക്കാനില്ല. എത്രയും പെട്ടെന്ന് ആ മാപ്പ് രവിയെ തന്നെ ഏൽപ്പിക്കുക. കൂടെ തെളിവുകളും ഡയറിയും. കത്തിക്കുന്നതൊക്കെ രവി ചെയ്തോളും. വർഷങ്ങളായുള്ള എൻ്റെ അല്ല, ഞങ്ങളുടെ സമ്പാദ്യമാണ് സ്വർണവും പണവും. എനിക്കത് അനുഭവിക്കാനായില്ല. എന്റെ മകൻ രവിക്കെങ്കിലും അത് കിട്ടണം. ആ പെണ്ണ് കല്യാണിയാണ്. അവൾ വളരെ ബുദ്ധിശാലിയായിരുന്നു. ആരും അറിയാതെ നദി അവിടെ നിന്ന് മാറ്റി. വളരെ വൈകിയാണ് ഞങ്ങൾക്ക് കിട്ടിയ അവൾ എഴുതിയ ഡയറി കള്ള ഡയറിയാണെന്ന് മനസ്സിലായത്. പിന്നീട് രവി പറഞ്ഞു തന്ന തന്ത്രമാണ് അതുപയോഗിച്ച് നിങ്ങളെ കൊണ്ട് യഥാർത്ഥ ഡയറിയും തെളിവുകളും കണ്ടുപിടിപ്പിക്കുക എന്നത്. അതിനായി രവി മെനഞ്ഞ രാജതന്ത്രത്തിൽ നിങ്ങൾ വേണോ? എന്താണ് മിണ്ടാതെ നിൽക്കുന്നത്? ഇനിയും നിങ്ങൾ പോയി അതെടുത്തു കൊണ്ടുവന്നില്ലെങ്കിൽ ഈ വീടിനൊന്നിച്ച് ഞങ്ങൾ തീയിടും. കത്തിയേരിയും എല്ലാവരും. എന്താ വേണോ? വേണം. ധൈര്യം ഉണ്ട് ഈ കത്തിക്ക്. കാണട്ടെ നിങ്ങളെ ശക്തി. എന്തായാലും നിങ്ങളെ ഞങ്ങളെ കൊല്ലാൻ പോവല്ലേ? നേരത്തെ കിട്ടിയതൊന്നും മതിയായില്ലേ നിനക്ക്? ഇനിയും വേണമെങ്കിൽ ദാ പിടിച്ചോ. മതിയോ? ഇത്രയും കൊണ്ടാ മതിയോ? ഇത് ഞാൻ ഒന്ന് അഭിനയിച്ചതാ, ഇവനൊക്കെ ഒരു ആശ്വാസം കിട്ടാൻ വേണ്ടിട്ട്. നീയൊക്കെ ആരോടാണ് കളിക്കുന്നതെന്ന് നിനക്കിനിയും മനസ്സിലായിട്ടില്ലല്ലേ? അവനുള്ളത് നമുക്ക് കൊടുക്കാം രമേശ. വേണ്ട, ഇവരെന്തെങ്കിലും ചെയ്യും. ഇവരോ? ഈ ഇരിക്കുന്ന ശങ്കരന്റെ ആത്മാവിനും ആ നിൽക്കുന്ന തെക്കേത്തോടിക കാർത്തിയാനി മകൻ രമേശിന്റെ ആത്മാവിനും ഇവിടുന്ന് ഒരടി അനങ്ങാൻ പറ്റില്ല. വാതിലെല്ലാം തുറന്നിരിക്കണു. നിങ്ങൾ ഇങ്ങോട്ട് പോരും പിള്ളേരെ. ഇവരിനി ഒരടി അനങ്ങില്ല. അനങ്ങാൻ പറ്റുന്നില്ലല്ലേ? അതല്ലേ ഞാൻ പറഞ്ഞത്, പറ്റൂല. അല്ലർജു, അപ്പൊ ഇത് രമേശിന്റെ ആത്മാവല്ലേ? അതെ, ഇത് രമേശിന്റെ ആത്മാവ് തന്നെ. പിന്നെങ്ങനെ ഈ ആത്മാവ് ശങ്കരന്റെ മോന്റെയും കൂടെ എത്തിയത്? ആ രവി ആവാഹിച്ചതായിരിക്കും അമ്മ. അല്ലെങ്കിൽ ഇങ്ങനെ ഒരാൾ ശത്രുവിന്റെ കൂടെ കൂടണത്? അതെ, അതാണ് സത്യം. അയാളെ അടിമയാക്കി വെച്ചിരിക്കുകയും എന്റെ ഭാര്യയും മക്കളെയും കൊന്നറിഞ്ഞ് പ്രതികാരം ചോദിക്കാൻ ചെന്ന എന്നെ ആ രവി എന്തോ മന്ത്രവിദ്യ കൊണ്ട് ബന്ധിച്ചു. അവസാനം ഞാൻ അവരുടെ അടിമയായി. കൊള്ളാം കൊള്ളാം കൊള്ളാം. നല്ല ഭാവനയുള്ളവരുണ്ടാക്കും. എത്ര പെട്ടെന്ന കഥകളൊക്കെ മാറ്റി ഉണ്ടാക്കുന്നത്. നീ എന്തൊക്കെയാ പറയുന്നേ? ഒന്ന് തെളിച്ചു പറ. ഇവൻ ഈ പറയുന്നൊക്കെ ഞാൻ വിശ്വസിച്ചേനെ. ഇതെന്റെ കൈ കിട്ടിയില്ലായിരുന്നെങ്കിൽ. വീട്ടമ്മയെയും കുട്ടികളെയും കൊലപ്പെടുത്തി. അമരമ്പലം
നിലമ്പൂർ അമരമ്പലം തെക്കും തൊടിക രമേശൻ നായരുടെ ഭാര്യ കല്യാണിയെയും മക്കൾ കാർത്തിക് 6, രമ്യ 9 വീട്ടിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി. ഭർത്താവ് രമേശനാണ് കൃത്യം ആദ്യം പോലീസിനെ അറിയിച്ചത്. പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. തമിഴ്നാട്ടിൽ നിന്നുള്ള 8 സംഘങ്ങളാണോ ഇതിന് പിന്നിലെന്ന് സംശയിക്കുന്നു. തെക്കും തൊടിക അമ്മ അറിയോ ഈ തെക്കും തൊടികാരെ? ഈ ഭാഗത്ത് ആകെ ഒരു തെക്കും തൊടിക്കാരുള്ളൂ. കാർത്തികനി മക്കൾ. അവർ മൂത്ത മകനാണ് രമേശൻ. രണ്ടാമത്തെ പട്ടാളത്തിൽ എവിടെ പോയി പിന്നെ ഒരു വിവരമില്ല. അപ്പൊ ഈ രമേശ് എന്നാ മരിച്ചത്? അയാളുടെ ഭാര്യയും കുട്ടികളും മരിച്ച കൂട്ടത്തിലല്ലേ? അല്ലല്ല, അയാൾ അതും കഴിഞ്ഞ ഒരു കറക്കടത്തിൽ ഇടിമിന്നലേറ്റാ മരിച്ചത്. അപ്പൊ രമേശിന്റെ ഗോസ്റ്റ് പറഞ്ഞ ഫുള്ള് കള്ളം. ഓരോ കാര്യസ്ഥനായിരുന്ന ശങ്കരല്ലേ, അയാളുടെ പെങ്ങളാണ് കാർത്തികൻ. മാത്രമല്ല ഈ കല്യാണിൻ്റെ ആദ്യത്തെ ഭർത്താവ് മരിച്ചതാണ്. എന്നിട്ടാണ് രമേശൻ രണ്ടാമത് കല്യാണം കഴിച്ചത്. ആദ്യത്തെ ഭർത്താവ് നല്ല പണക്കാരനായിരുന്നു, നിലമ്പൂർ കോലത്തുള്ള ശേഖരവർമ്മ. അയാൾ അതുപോലെ ആരോ കൊന്നു. നിലമ്പൂർ കോവിലകത്തെ ശേഖരവർമ്മയുടെ കൊലപാതകത്തിന്റെ പ്രതികളെ പോലീസ് അന്വേഷിക്കുന്നു. കഴിഞ്ഞ മീനം 9-നാണ് വീട്ടിൽ തനിച്ചായിരുന്ന ശേഖരവർമ്മയെ കൊലപ്പെടുത്തി കൊലയാളികൾ പണവും ആഭരണങ്ങളും കവർന്നത്. ശേഖരവർമ്മയുടെ ഭാര്യ രണ്ടാമത് കല്യാണം കഴിക്കുന്നു, ബാക്കി സ്വത്തുക്കളെല്ലാം കൈക്കലാക്കുന്നു. എന്താ പറഞ്ഞു? ഒന്നുമില്ല, ഞാൻ വേറൊരു കാര്യം ആലോചിച്ചതാണ്. ഈ ഫോട്ടോ ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. അല്ല, ഉണ്ണിമോളൊക്കെ സ്ഥലം വാങ്ങിയത് ഇവരുടെ ഏതോ ബന്ധുവിന്റെ കയ്യിലല്ലേ? അത് തന്നെ ഈ കാർത്തിയാനി. മക്കളൊക്കെ മറ്റപ്പം സ്വത്തുക്കളൊക്കെ അവർക്ക് കിട്ടി. മനസ്സിലായി. എന്നാ ശരി, ഞാൻ ഇറങ്ങാം. ഇതൊക്കെ ഒന്ന് എടുത്തു വെച്ചേക്കും. അല്ല, ഈ പട്ടയം വേണ്ടേ? വേണ്ട, ഇനി അതിന്റെ ആവശ്യമില്ല. ഒന്ന് തന്നെ, നീ എന്തോ അന്വേഷണത്തിലാണെന്ന് മനസ്സിലായി. ആ രവിയുടെ വീട്ടിൽ ഇനി പോവുക സൂക്ഷിക്കണം. എന്താ? ആ ശങ്കരൻ്റെ രമേശിൻ്റെ ആത്മാക്കൾ അവൻ്റെ കൂടെ ഉണ്ട് എന്നാണ് ഒരു സംസാരം അവിടെയുള്ള ആൾക്കാർക്ക്. ശേഖരവർമ്മയെ കൊലപ്പെടുത്തി സ്വർണവും പണവും മോഷ്ടിക്കുന്നു. അതും പോരാഞ്ഞ് ബാക്കി സ്വത്തുകൂടി കിട്ടാൻ അയാളുടെ ഭാര്യ കല്യാണിയെ 2ാം വിവാഹം ചെയ്യുന്നു. ശേഖരവർമ്മയുടെ കുട്ടികളെ സ്വന്തം കുട്ടികളെ പോലെ നോക്കുന്നു. അവസാനം സമ്പാദിച്ചത് മൊത്തം സ്വന്തം ബന്ധുവിന് കിട്ടാൻ അമ്മാവന്റെ ആത്മാവായി ചേർന്ന് ഈ വീട്ടിൽ വന്ന് ദാ ഇങ്ങനെ ലോക്കായി നിൽക്കുന്നു. അപ്പൊ ആ കുട്ടികൾ രമേശിന്റെ അല്ലേ? അല്ല, ശേഖരവർമ്മ കൊല്ലപ്പെടുമ്പോൾ കല്യാണി 2ാമത്തെ പ്രസവത്തിന് സ്വന്തം വീട്ടിലായിരുന്നു. അതാണ് അന്ന് അയാൾ മാത്രം വീട്ടിലുണ്ടായിരുന്നത്. ഇവരുടെയൊക്കെ പ്ലാനിങ് തെറ്റിയതും അവിടെയാണ്. ഇനി ഞങ്ങൾക്ക് ഒറ്റ കാര്യം അറിഞ്ഞാൽ മതി, എങ്ങനെയാണ് കല്യാണിയും മക്കളെയും കൊന്നത്? പറയടാ. ഒരാൾ ഞങ്ങളെ ചെറിയൊരു പണി ഏൽപ്പിച്ചിട്ടുണ്ട്. ഇപ്പടി ഞാൻ തന്നാ മതിയോ? സംശയം തോന്നിയില്ലല്ലോ? ഇല്ല, അതിനുള്ള ഒരവസരം ഞങ്ങൾ കൊടുത്തിട്ടില്ല. ശങ്കരമാമനാണ് ഇതിന്റെ പിന്നിലെന്നാണ് അവിടെ
അവർ വിശ്വസിച്ചിരിക്കുന്നത്. അവളെ കുട്ടികൾ തീർത്തു, എല്ലാത്തിനും തീർത്തു. കല്യാണം കഴിഞ്ഞ ആദ്യത്തെ ആഴ്ച തന്നെ അവിടെ തീർക്കാനായിരുന്നു. പക്ഷെ ആ നായ പൗണി ഒരു തടസ്സം തോന്നും. അതിനൊന്ന് തീർക്കാൻ വേണ്ടി ഒരു അവസരത്തിന് കാത്തു നിൽക്കടാ. ഈ ശങ്കരമാവനൊന്ന് രാത്രി കയറി വന്നത് അവൾ കണ്ടുള്ളൂ. അതൊക്കെ ഞങ്ങൾക്ക് അറിയണ കഥയല്ലേ. ആ സ്വർണവും പണവും ഇന്ന് രാത്രി നമുക്കൊട്ട് മാറ്റണം. എവിടെ കാണില്ലല്ലോ. ഇവിടെ തന്നെയുള്ള വെച്ചത്. എന്നിട്ട് അവിടെ എവിടാ പെട്ടി? എവിടാ ചർച്ചു? ആ എണ്ണം കിട്ടുള്ള പെട്ടി ഇവിടെ മാറ്റിട്ട് ഇതാണ് സംഭവിച്ചത്. ഇനി ഞങ്ങളെ അല്ല എന്നെ മോചിപ്പിച്ചോളൂ. മോചിപ്പിക്കാനോ? ഇത്രയും റിസ്ക് എടുത്തിട്ട് വെറുതെ വിടാനോ? നീ ആരാണ്? എങ്ങനെയാണ് ഞങ്ങൾ ബന്ധിച്ചത്? എടാ നീ ഇവരെങ്ങനെ ബന്ധിച്ചത്? ഞാൻ വരുന്ന വഴി നീ പറഞ്ഞ ആളെ കാണാൻ കയറിയായിരുന്നു. ആര്? മാർക്കണ്ഡേയ സ്വാമിയെയോ? അതെ. എന്നിട്ട് ആളെന്ത് പറഞ്ഞു? തളയ്ക്കാൻ എന്തെങ്കിലും മന്ത്രം പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. ഒന്നുമല്ല, ആളെന്റെ പുറകെ അപ്പ തന്നെ പോകുന്നു. എന്നിട്ട് ആളെന്തിയെ? എത്തിയില്ലല്ലോ. 2 ആത്മാക്കളും അകത്ത് കയറിയാണ്. ഒരു മിസ് കോൾ കൊടുക്കണമെന്ന് പറഞ്ഞു സ്വാമി. ഞാൻ കൊടുക്കുകയും ചെയ്തു. രമേശിന്റെ ആത്മാവ് ആളിപ്പോ മോളിൽ കാണും. 2 ആത്മാക്കളെയും ഒരുമിച്ച് നടക്കാനാണ് പ്ലാൻ. എന്നെ ബന്ധിക്കരുത്. എനിക്ക് മോക്ഷം നേടി പരലോകത്ത് പോയാൽ മതി. എനിക്ക് മതി. മോക്ഷം കിട്ടിയാൽ മതി. ഇത്രയും പേരെ കൊന്നൊടുക്കിയിട്ട് നിനക്കൊക്കെ മോക്ഷം വേണല്ലേ? നീയൊക്കെ ഗതി കിട്ടാതെ ഏതെങ്കിലും കാട്ടിൽ പോയി കുടുങ്ങി കിടക്കൂടാ. ഞങ്ങളെ വിട്ടയക്കാതെ നിങ്ങളുടെ പട്ടിക്കുട്ടിയെ നിങ്ങൾക്ക് ഒരിക്കലും കിട്ടില്ല. രവിയെ കൊന്നുകളേ. അയ്യോ മാമ, നിക്കിനെ കൂടെ കിട്ടിയിട്ട് നമുക്ക് ഇവരെ ബന്ധിച്ചാ പോരെ? എന്റെ ദൈവം, ഇത്രയൊക്കെ നടന്നിട്ടും നിക്കിയെ കുറിച്ച് ഞങ്ങൾ അന്വേഷിക്കാതിരുന്നപ്പോ നിനക്ക് ഒരു ഡൗട്ടും തോന്നി? നീക്ക് തോന്നിയില്ലേ ഇവരെന്താ നിക്കിയെ കുറിച്ച് അന്വേഷിക്കാത്തത്?
നിനക്ക് തോന്നില്ലടാ രമേശൻ നായരെ? നിക്ക് കാണാതായതിന്റെ 2ാമത്തെ ദിവസം മൊബൈലിൽ സാധാരണ കേൾക്കാത്തൊരു നോട്ടിഫിക്കേഷൻ ശബ്ദം കേട്ടപ്പോഴാണ് ഞാൻ എടുത്തു നോക്കിയത്. GPS കോളർ. നിക്കിയുടെ കഴുത്തിലെ GPS കോളറിന്റെ കാര്യം ഞങ്ങൾ ആകെ മറന്നിരുന്നു. അതിൽ നിന്ന് വന്ന ലേറ്റസ്റ്റ് അപ്ഡേഷൻ ആയിരുന്നു ആ നോട്ടിഫിക്കേഷൻ. നിക്ക് നിങ്ങളപ്പോ കണ്ടുപിടിച്ചായിരുന്നോ? അവിടെ തറവാട്ടില് അപ്പാപ്പിയുടെ കൂടെ ഹാപ്പി ആയിട്ടിരിക്കും. അന്ന് ദിയമോളുടെ നിർബന്ധം കൊണ്ടാ നിക്കിക്ക് ആ GPS കോളർ വെച്ചത്. അതൊരു കാര്യമായി. അപ്പൊ എല്ലാം സെറ്റ്. അല്ല പിന്നെന്തിനാ നിങ്ങൾ ഈ ഡയറീന്റെ പുറകെ പോയത്? ഒരമ്മയും 2 കുട്ടികളും അവരെഴുതിയ ഡയറി ആരെങ്കിലും എന്തെങ്കിലും അത് കണ്ടുപിടിച്ച് സത്യം പുറത്തു കൊണ്ടുവരുമല്ലോ എന്നുള്ള വിശ്വാസത്തിലായിരിക്കും അവരത് ഒളിപ്പിച്ചത്. അതുകൊണ്ട് നമ്മളാ കഴിയുന്നത് ചെയ്യാന്ന് കരുതി. അത് നന്നായി. ആ രവിനെ വെറുതെ വിടരുത്. പോലീസിനെ പിടിച്ചു കൊടുക്കണം അയാളെ. അയാളെ കാണാൻ ഞാൻ പോകുന്നുണ്ട് നാളെ രാവിലെ. എന്നിട്ടാവാൻ ബാക്കിയെല്ലാം. എന്നെ വെറുതെ വിടൂ. ഈ 2 ആത്മാക്കൾ ഇനി എന്ത് ചെയ്യും? അവരുടെ കാര്യം നാം ഏറ്റു. ഇത് ആ ചെടിയുടെ... അതെ, അത് നാം തന്നെ. ഇവരിനി എൻ്റെ കൈവശം ഇരിക്കട്ടെ. ഏതെങ്കിലും ഘോരവനത്തിൽ തളയ്ക്കാം. നന്ദിയുണ്ട് തിരുമേനി. അന്ന് ആ ചെടി പ്രേതത്തിൽ നിന്നും തിരുമേനി ഞങ്ങളെ രക്ഷിച്ചു. ഇപ്പതാ ഇതും. എല്ലാം ഒരു നിയോഗം പോലെ തോന്നണു. ഇരുവന് വരൂ, അത്താഴം നമുക്ക് ഇവിടെ നോക്കാം. ഇല്ല, ഇന്ന് രാത്രി എല്ലിമല വരെ ഒന്ന് പോണം. അവിടെ ഒരു ഹോമം ഏറ്റിട്ടുണ്ടേ. എന്നാ ശരി. ഓ, സൺഷെയ്ഡ് വഴി കയറിയത് കൊണ്ട് ചെരുപ്പ് ആ ഭാഗത്താണുള്ളത്. അപ്പൊ ശരി. ഹോ, എന്തൊക്കെ ഒരാഴ്ച ഇവിടെ നടന്നേ. എല്ലാം ഒരു ദുസ്വപ്നം പോലെ തോന്നുന്നു ഇപ്പൊ. നിക്കിയുടെ കൗണ്ടറിനെ കൂടെ ഒരു കുറവുണ്ട്. അവളുണ്ടെങ്കിൽ എന്തെങ്കിലും ഡയലോഗ് കേൾക്കായിരുന്നു. നിക്കിനെ കൊണ്ടുവരൂലേ നാളെ? പിന്നെ കൊണ്ടുവരാതെ. പക്ഷേ അതിനു മുമ്പ് എനിക്ക് ഒരാളെ കൂടെ കാണാണ്ട്, ആ രവിയെ. മയക്കത്തിലായിരിക്കുമല്ലേ? കാര്യങ്ങളൊക്കെ അറിഞ്ഞു വേണമല്ലോ. തൻ്റെ 2 ആത്മാക്കളെയും ഞങ്ങളങ്ങ് പൂട്ടി. ദാ ഇത് കണ്ടല്ലോ, ഈ ഡയറിയും തെളിവുകളും പോണ വഴി ഞാൻ പോലീസ് ഏൽപ്പിക്കും. ബാക്കിയെല്ലാം നിയമത്തിൻ്റെ വഴിയാവട്ടെ. എല്ലാം നേരിട്ട് വന്നൊന്ന് പറയണമെന്ന് തോന്നി. താൻ ഉറങ്ങുകയാണോ
അതോ ഉറക്കം നടിക്കുകയാണോ അതോ ചത്തോ? രവീന്ദ്രൻ മരിച്ചത് എങ്ങനെയാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പോലും കണ്ടെത്താനായില്ല. എന്തോ കണ്ട് ഷോക്കായി ശ്വാസം നിലച്ചതാണെന്നാണ് പോലീസിന്റെ നിഗമനം. ഏതായാലും ആ കുടുംബത്തിലെ അവസാന കണ്ണിയും അടർന്നുപോയി. ഇനിയിപ്പോൾ എന്തിനാ പോലീസ് കേസൊക്കെ? ഈ കഥ ഇങ്ങനെ അവസാനിക്കട്ടെ. അവര് വന്നു തോന്നുന്നു. ഞാനെത്തി. എന്നാലെന്റെ ദുഷ്ടല, ഇത്രയും ദിവസമായിട്ട് നിങ്ങൾ എന്നെ കാണാൻ വന്നില്ലല്ലോ. പിന്നെ ഞങ്ങൾക്കറിയോ നീ അവിടെ ഒളിച്ചു താമസിക്കായിരുന്നു. അച്ഛൻ നിനക്ക് ചിക്കനൊക്കെ തന്നിട്ടുണ്ടാവൂലേ? ചിക്കൻ തോട്ടിന്ന് വിളിച്ച ഞണ്ടും മീനും മാത്രം. ഒളിഞ്ഞെന്നെ മൂക്കിലിറക്കി. ഇപ്പൊ സ്മെല്ല് കിട്ടുന്നില്ല ഒന്നിന്റെ. അത് നന്നായി. അന്നാ പൂച്ചേനെ മണം പിടിച്ചു പോയതുകൊണ്ടല്ലേ അവര് നിന്നെ പിടിച്ചോണ്ട് പോയത്. അതെ. അതെ, ബാക്കി വിശേഷമൊക്കെ അകത്ത് പോയി പറഞ്ഞ പോലെ. ആ, നിക്കിക്ക് ഞാൻ നല്ല ചിക്കൻ പൊരിച്ചു വെച്ചിട്ടുണ്ട്, പിന്നെ ബീഫും ഉണ്ട്. ചിക്കനോ ബീഫോ നേരത്തെ പറയണ്ടേ? എനിക്കും വിശന്നിട്ട് വയ്യ. എല്ലാവർക്കും ഉള്ളതുണ്ട്. ആർക്കും ഇല്ലെങ്കിലും എനിക്ക് വേണം, അത് മസ്റ്റാ. അമ്മ, ഈ ഡയറി എന്താ ചെയ്യണ്ടേ? പ്രതികളിൽ അവസാനത്തെ ആളും മരിച്ച സ്ഥിതിക്ക് ഇനി ഇതെന്തിനാ കത്തിച്ച് കളഞ്ഞേക്കാം. കത്തിക്കണ്ട, ഇരിക്കട്ടെ. ഒരു ഓർമ്മയ്ക്കായി. ഒരുപാട് കാര്യങ്ങൾ ഈ ഡയറിയുമായിട്ട് ചുറ്റിപ്പറ്റി സംഭവിച്ചല്ലേ. പിന്നെ ഓർമ്മയ്ക്ക് ഓർത്തോണ്ടിരിക്കാൻ പറ്റിയ കാര്യങ്ങളാണല്ലോ ഇപ്പൊ നടന്നത്. ഇതിലൊരു മാപ്പ് ഉണ്ടായിരുന്നല്ലോ. ശരിയാണല്ലോ, അതെന്തേ ഇതിലുണ്ടായിരുന്നല്ലോ. അത് ചിലപ്പോ ഡയറി ഇരുന്ന കബോർഡിലുണ്ടാവും. അവിടെയൊന്നുമില്ല, ഞാൻ ഇന്ന് മൊത്തം വൃത്തിയാക്കി വെച്ചതാ. ഇല്ലേ? പിന്നെ ഇവിടെ പോയേ? ചേട്ടാ, ഈ ഡയറിന്ന് മാപ്പ് ആരടിച്ചോണ്ടുപോയി?